തമിഴ്നാട്ടിലെ കുറ്റാലം കൊട്ടാരത്തിന് തിരുവിതാംകൂർ രാജകുടുംബത്തിന് അവകാശമില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി. കൊട്ടാരത്തിൽ അവകാശം ഉന്നയിച്ച് രാജകുടുംബം നൽകിയ ഹർജി മധുര ബെഞ്ച് തള്ളി. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, കുറെ കാലമായിട്ട് ഈ കുറ്റാലം കൊട്ടാരവുമായി അതിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങളും നിയമ നടപടികളും മുന്നിലേക്ക് പോവുകയാണ്. ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? തമിഴ്നാട്ടിലെ കുറ്റാലം കൊട്ടാരം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നതായിരുന്നു രാജകുടുംബത്തിന്റെ വാദം. അത് നേരത്തെ തിരുനെൽവേലി റവന്യൂ ഡിവിഷണൽ ഓഫീസർ നിരാകരിച്ചതാണ്. കേരള സർക്കാരിന്റേതാണ് എന്ന് തിരുനെൽവേലി റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഉത്തരവിട്ടിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലേക്ക് തിരുവിതാംകൂർ രാജകുടുംബം എത്തിയത്. അവിടെ ഇപ്പോൾ അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് മധുര ബെഞ്ചിൽ വന്നിരിക്കുന്നത്. കേരള സർക്കാരിന് അനുകൂലമായി കേരള സർക്കാരിൻ്റെത് തന്നെയാണ് കുറ്റാലം കൊട്ടാരം എന്നതാണ് മധുര ബെഞ്ച് ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ സ്വകാര്യ സ്വത്തല്ല കുറ്റാലം കൊട്ടാരം എന്ന കണ്ടെത്തലിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്നതാണ്. എന്തായാലും അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പും AG's ഓഫീസിലെ സീനിയർ ഗവൺമെന്റ് ലീഡർ വി മനുവുമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ കേസിൽ ഹാജരായത്. സർക്കാരിന് അനുകൂലമായി വിധി സമ്പാദിക്കാൻ സർക്കാർ അഭിഭാഷകർക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.